ഹലോ എവരിവൺ, എന്തൊക്കെ എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്കൊരു ബർഗർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്കതിന് വേണ്ടി ചിക്കനെ, അതായത് ബോൺലെസ് ചിക്കനെ നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് നല്ലോണം അരഞ്ഞു പോകണ്ട, ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ മാത്രം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമുക്ക് ഓവറായിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ ബർഗർ പാറ്റിൻ്റെ ഷേപ്പ് നമുക്ക് ശരിക്കും കിട്ടില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതേ ജാറിൽ തന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള മിക്സ് ഉണ്ടാക്കാം. ആദ്യം ഒരു ടീസ്പൂണ് സോയ സോസ്, ഒരു ടീസ്പൂണ് മാത്രം മതി. ഇനി അഥവാ സോയ സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങനീരോ യൂസ് ചെയ്താലും മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി മതി, ഒന്ന് ഫുള്ള് വേണ്ട കേട്ടോ, പകുതി മതി കേട്ടോ. അതിനുശേഷം 2 വറ്റൽമുളകും കൂടി ചേർക്കണം. വറ്റൽമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി ചേർക്കാം. ഞാൻ ഇപ്പോൾ 2 ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. നല്ലോണം ഇടണ്ട, കുറച്ചിടാം. നമുക്ക് ഇതിലേക്ക് വേറെ ബാറ്റർ ഉണ്ടാക്കേണ്ട, അതിൽ ഉപ്പിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കനക്കും ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കൊരു മുട്ടേൻ്റെ പകുതി മതി കേട്ടോ, ഒരു മുട്ട ഫുള്ള് വേണ്ട, ഒരു മുട്ടേൻ്റെ പകുതി എടുത്ത് ബീറ്റ് ചെയ്തിട്ട് ആ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പകുതി മാറ്റിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് അരയണം കേട്ടോ, അത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചിക്കൻ്റെ, നമ്മൾ നേരത്തെ ചിക്കൻ മാറ്റി വെച്ചില്ലേ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം. നല്ലോണം ചിക്കനിൽ എല്ലായിടത്തും മസാല പിടിക്കണം. നിങ്ങളെല്ലാവരും എന്തായാലും ഒരു തവണയെങ്കിലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. തോനെ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കൂടി ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നല്ലോണം മിക്സായി. നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തതിലേക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. ഇത് വേണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാം. ഒരു 4 ബ്രെഡ് എടുത്ത് പൊടിക്കണം. നമ്മൾ ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി, അപ്പോൾ തന്നെ ബ്രെഡ് പൊടിഞ്ഞ് വരും. ഇനി പൊടിച്ച് വെച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിക്കനൊന്ന് കോട്ട് ചെയ്യാനും വേണം, പിന്നെ ചിക്കനിലൊന്ന് മിക്സ് ചെയ്യാനും വേണം നമുക്ക്. ഇനി പൊടിച്ച് വെച്ച ബ്രെഡ് കുറേശ്ശെ നമ്മൾ ചിക്കനകത്ത് മാറ്റി വെച്ചില്ലേ, അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പരുവത്തിലാവണം. നമുക്കിത് ബോളാക്കി എടുക്കാൻ കഴിയണം. അതുവരെ നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്യണം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കയ്യിൽ ബോളാക്കി എടുത്താൽ ഒട്ടി പിടിക്കാതിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. എന്നിട്ട് നമുക്കിത് കയ്യിലിട്ട് പരത്തണം. നോക്കുമ്പോഴും കയ്യിൽ നിന്ന് അടർന്ന് പോരണം. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി കുറച്ച് ഓയിലെടുത്ത് നമ്മളെ കയ്യിൽ ആദ്യം ഒന്ന് തടവണം. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഇതിൻ്റെ ടേസ്റ്റ് മാറും. സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽസ് എടുക്കായിരിക്കും നല്ലത്. ഇത് കയ്യിലെടുത്ത് നമ്മളെ കയ്യിലുള്ള ബണ്ണില്ലേ, ബർഗർ ബണ്ണിൻ്റെ അളവിനനുസരിച്ച് പരത്തിയെടുക്കുക. പാറ്റി ഓരോന്നോരോന്ന് അതേപോലെ ഓരോ ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെക്കുക.
ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഈ പാറ്റി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ബ്രെഡ് ക്രംസ് ഇട്ട് നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് കോട്ട് ചെയ്യാനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് ആദ്യം കുറച്ച് മൈദ എടുക്കണം. 2-3 ടേബിൾ സ്പൂൺ മൈദ എടുത്തോളൂ. മൈദ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഒരു മുട്ടൻ്റെ പകുതി, ആ പകുതി ഇപ്പോൾ നമുക്ക് ഈ മിക്സിലേക്കാണ് ചേർക്കാനുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഈ ബാറ്ററിലേക്കാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഇട്ടാൽ മതി, ഏറി പോകണ്ട. കാരണം നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടതാണ്. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചത് ഒരു ബാറ്ററാക്കി എടുക്കണം. ഏകദേശം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതൊരു രൂപത്തിലാണ് ആക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ബാറ്ററിന്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ബ്രെഡ് ക്രംസിൻ്റെ, അതും കൂടി എടുത്താണ്ട് ആദ്യം ഈ പാറ്റി നമുക്ക് ഈ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാം. ഒരു കൈ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അതായത് ഈ ബാറ്ററിൽ മുക്കിയ കൈ ബ്രെഡ് ക്രംസൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് മൊത്തം നമ്മളെ കയ്യിൽ പറ്റി പിടിച്ചിട്ട് വേഗം കഴിഞ്ഞു പോകും. ഇങ്ങനെ എല്ലാ പാറ്റിലും നല്ലോണം കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ലോണം കോട്ട് ചെയ്തോളൂ. ചുറ്റുഭാഗം 2 സൈഡിലും കോട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എല്ലാ പാറ്റും തയ്യാറായതിനു ശേഷം നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ചൂടായതിനു ശേഷം ഒരു ചെറിയ കഷ്ണം ബട്ടർ, നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഓയിൽ ഒഴിച്ചാലും മതി. ബട്ടർ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനാണ് ചെറിയ കഷ്ണം ബട്ടർ ഇട്ടത്. നമുക്ക് ബാക്കിക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് മതി കേട്ടോ. നമ്മൾ പാറ്റി മുങ്ങിയാണ്ട് പൊരിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇത് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പാറ്റി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബർഗർക്ക് ഒരു സോസ് ഉണ്ടാക്കാനുണ്ട്. ആദ്യം ഞാൻ മയോണൈസ് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടാം. ഒരു ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ പാക്കറ്റ് സൈഡ് വെന്തൊന്നിട്ടുണ്ട്. അത് നമുക്ക് മറിച്ചിടാം. ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം മറിച്ചിട്ടാൽ മതി കേട്ടോ. അതിൽ നമ്മൾ ചിക്കൻ വേവിച്ചാത്ത ചിക്കനല്ലേ, അപ്പോൾ സ്ലോയിലിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, നല്ല സ്ലോയിലിട്ടിട്ട് ചെയ്യാം. അതിന് ശേഷം 2 സൈഡും വെന്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി നമ്മളെ ബർഗർ ബണ്ണില്ലേ 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളെ നേരത്തെ പാറ്റി പൊരിച്ച എണ്ണല്ലേ, അത് കുറച്ച് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് ബർഗർ ബണ്ണൊന്ന് ചൂടാക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബട്ടർ ഇടാം. ഞാനിപ്പോൾ ബട്ടറൊന്നും ചേർക്കണില്ല. അതേ കുറച്ച് ഓയിലെടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ബണ്ണ് അടിയത്തെ ഭാഗമല്ലേ അത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി നേരത്തെ മാറ്റി വെച്ചില്ലേ ആ സോസ് ആക്കി കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അപ്പോൾ ഞാൻ കാബേജിൻ്റെ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചില്ല പാറ്റി, ചിക്കൻ്റെ പാറ്റി, അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഏതൊക്കെ വേണം വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ
സവാളൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളിയും കക്കരിക്കും ഒരു ക്യാപ്സിക്കും മാത്രമേ വെക്കുള്ളൂ. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് സോസ് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ പാറ്റില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ബീഫിലും ചെയ്യാം. പക്ഷേ ബീഫ് ആദ്യം ഒന്ന് കുക്കറിൽ ഇട്ടുകൊണ്ട് ഒരു കുരുമുളക് ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ശേഷം വെച്ചാൽ മതി. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലൊരു ചീസ് സ്ലൈസ് ഉണ്ട്, അതും കൂടി ഞാൻ വെച്ചാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട. ചീസൊന്ന് മെൽറ്റാവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചീസൊന്ന് മെൽറ്റാൻ വേണ്ടിയാണ് ചൂടാക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരണേ.